നമസ്കാരം, വെൽക്കം ടു ബിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ്. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ. വീട്ടിലിരിക്കുന്നവർക്ക് പാർലറിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ചെയ്യുക എന്ന് പറയുമ്പോൾ സ്കിന്നിനെ അങ്ങ് വെളുപ്പിക്കുക എന്നുള്ളതല്ല, വെളുപ്പും കുറച്ചൊക്കെ അല്ലാതെ പല ഉപയോഗങ്ങളുണ്ട് ഫേഷ്യൽ കൊണ്ട്. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. ഫേസിലൂടെ ഉള്ള ഡെഡ് സെൽസ് ഒക്കെ മാറി നല്ല ക്ലീൻ ആകും. ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാകുമല്ല മുഖത്ത്, ചുളുക്കങ്ങൾ, ഏജിങ് മെയിനായിട്ട് ഒരു 40+ ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല സ്കിൻ ഏജ് ആയി തുടങ്ങും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതും ഫേഷ്യൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി കൂടെ ആണ് ഫേഷ്യൽ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും എല്ലാവർക്കും പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുക എന്നുള്ളത് നല്ല ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർലറിൽ പോകുക, അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ വീട്ടിൽ ചെയ്യാവുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഫേഷ്യലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പലതരം ഫേഷ്യൽസ് വീട്ടിൽ നിന്ന് ചെയ്യാം. ഓരോന്നും ഞാൻ പുറകാലെ കാണിക്കാം, കുറേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫേഷ്യലൊക്കെ ഇടാമേ. ഇന്ന് ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ്. ടൊമാറ്റോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. സ്കിന്നെ വന്ന് നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഫേസും കഴുത്ത് ഇതെല്ലാം ഞാനിന്ന് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്നത്. ഫേസ്, കഴുത്ത്, നെക്കിന്റെ ബാക്ക് സൈഡൊക്കെ നല്ല കറുപ്പാകും ആൾക്കാർക്ക്. അതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്തെടുക്കുക, അഴുക്കൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 1 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയുടെ ഇത്രയും ഒരു 1/4 ഭാഗം, ബാക്കിലെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ടൊമാറ്റോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണിത്. ആദ്യം നമുക്ക് ഈ പാലിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് ആ കോട്ടണിൽ, ഇതൊരു ടിഷ്യൂ ആണ്, നിങ്ങളൊരു കോട്ടണോ ടിഷ്യൂ എന്തെങ്കിലും എടുത്തോ, കോട്ടണിൽ നല്ലതായിട്ട് മുക്കിയിട്ട് ഈ പാലിനെ നന്നായിട്ട്, മിക്കവാറും ആ പാലെല്ലാം ഇങ്ങനെ കിട്ടും 2 പ്രാവശ്യം മുക്കുമ്പോൾ തന്നെ മുക്കിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും തേക്കുക. കഴുത്തിന് ബാക്ക് സൈഡ്, കാത്, ചെവി റബ്ബ് ചെയ്ത് എടുക്കുക. സ്ക്രബല്ല ഇത്, നല്ല ചെറിയൊരു മസാജ് കൊടുക്കണം. മൂക്കിൻ്റെ ഈ സൈഡ് ഒരു 2 to 3 മിനിറ്റ്സ് അത്രയും മതി. ഭയങ്കര റൗണ്ടായിട്ട് ഈ മൂക്കും ഈ നെറ്റിയും കൂടെ ഇങ്ങനെ ചേരുന്ന ഭാഗത്ത് നന്നായിട്ട് ചുളുക്ക് വരുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ഇവിടെയൊക്കെ നല്ലതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചുളുക്കിൻ്റെ ഇടയിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ കണ്ണിന് ചുറ്റും ഇത്രയും മതി. അതിനുശേഷം അത് നന്നായിട്ട് കഴുകി കളയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഫേസ് വാഷ് ചെയ്ത് ഞാൻ ക്ലീൻസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യമേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പീസ് ടൊമാറ്റോ. അതിനകത്തോട്ട് കുറച്ച് ഗ്രാനുവൽ ഷുഗർ, ചെറിയ ഷുഗറായിരിക്കും നല്ലത്. വലുതാണെങ്കിൽ അത് അലിഞ്ഞ് വരാൻ ലേറ്റ് ആകും, അപ്പോൾ നമ്മുടെ മുഖമൊക്കെ മുറിയും. ചെറിയ ഷുഗർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മുഖം മുറിയാൻ ചാൻസ് ഉണ്ട് വലിയ ഷുഗർ ആണെങ്കിൽ. ഇത് കുറച്ച് ഷുഗർ ഇങ്ങനെ എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് നമുക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. തക്കാളി ഒത്തിരി നല്ല ഇതാണ്. തക്കാളിക്കകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് തക്കാളി. വൈറ്റമിൻ സി ഉണ്ട്, അല്ലാതെ ഒരുപാടുണ്ട്. സ്കിന്നിന് വേണ്ടുന്നതായ ഒരുപാട് സാധനങ്ങളുണ്ട് ടൊമാറ്റോയ്ക്കകത്ത്. വീണ്ടും ഷുഗർ ഇല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ മുക്കി വീണ്ടും ചെയ്യണം.
ചെറിയൊരു തരിതരിപ്പ്. അതുപോലെ ഷുഗർ ഒത്തിരി നല്ല, ഷുഗർ വെളുക്കാൻ നല്ലതാണ്. ഷുഗർ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. കണ്ണിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ തേക്കുമ്പോൾ പതിയെ ചെയ്യണം. സ്കിന്ന് ലൈറ്റ് സ്കിന്നല്ലേ, ഇത് വായിൽ ഇച്ചിരി പോയാലും കുഴപ്പമില്ല. നല്ല ടൊമാറ്റോയും ഷുഗറും അല്ലേ, ഒത്തിരി കളകളാകും. നമ്മൾ നാച്ചുറൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ ക്രീം പോലെ അല്ലല്ലോ, കയ്യിൽ നിൽക്കത്തില്ല, അത് ഒഴുകും. ചുണ്ടിലൊക്കെ ഇങ്ങനെ തേക്കാം. ചുണ്ടിൻ്റെ ഒക്കെ നല്ല കളർ കിട്ടും. ചുണ്ടൊക്കെ മിനുസാവും. ചുണ്ടിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട്. അതുപോലെ ചുണ്ടിൻ്റെ ഈ സൈഡ്, സൈഡ് ഒത്തിരി വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്തിട്ട് നല്ല കട്ടിയുള്ള ടർക്കി വെച്ച് നന്നായിട്ട് ഇങ്ങനെ അമുത്തി എടുക്കണം. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങനെ പോരും. ഒറ്റ പ്രാവശ്യമായിട്ട് വരത്തില്ല, പല പ്രാവശ്യം ചെയ്യുമ്പോൾ വൈറ്റ് ഹെഡ്സ് ഡെഡ് സെൽസ് എല്ലാം ഇങ്ങനെ ഇളകിപ്പോരും. ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് കറുപ്പ് വരും. എനിക്കിവിടെയൊക്കെ ഇച്ചിരി കറുപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് നോട്ടീസ് ചെയ്ത് ചെയ്യണം. ഇവിടെയൊക്കെ ഇത് 3 to 5 minutes ചെയ്യണം. ഇതിനകത്ത് ജ്യൂസ് തീരുവാണെങ്കിൽ നമ്മളിങ്ങനെ ഞെക്കി കൊടുത്താൽ മതി. അതൊന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് ജ്യൂസ് ചെയ്തിരിക്കും. ഇപ്പോൾ ക്ലെൻസിങ്ങും സ്ക്രബും കഴിഞ്ഞ് ഇനി നമുക്ക് മസാജ് കൊടുക്കണം ഫേസിന്. മസാജിന് വേണ്ടി എടുത്തേക്കുന്നത് ഒരു സ്പൂൺ പുളിയില്ലാത്ത നല്ല കട്ട തൈര്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി, പച്ചരിപ്പൊടി, അത് ആ തൈരിനകത്തോട്ട് 1 സ്പൂൺ ഇടുകയാണ്. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് 1 സ്പൂണ്. ടൊമാറ്റോ പേസ്റ്റ് 2 സ്പൂൺ ഇട്ടേക്കാം. 2 സ്പൂണ്. അതുപോലെ വെളിച്ചെണ്ണ, നമ്മൾ തല തേക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ 1 സ്പൂൺ. ചെറിയ സ്പൂണിൽ 1 സ്പൂൺ. ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് ബാലൻസ് ഉണ്ട്. കൈയും കാലിലൊക്കെ തേക്കാം കേട്ടോ. കയ്യിലൊക്കെ നന്നായിട്ട് ഇതിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഇതിട്ടൊരു മസാജൊക്കെ ചെയ്ത് പാക്കിടുമ്പോൾ പാക്കും ഒക്കെ ഇട്ട് വെക്കാമെങ്കിൽ നല്ലതായിരിക്കും. നല്ലൊരു റിസൾട്ട് കിട്ടും. കൈയൊക്കെ ടാണായിരിക്കുന്നതൊക്കെ ഒന്ന് മാറി കിട്ടും. നമുക്ക് നല്ലൊരു ക്രീം രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറച്ചെടുത്ത് ഫസ്റ്റ് ഇവിടെ എല്ലാം അങ്ങ് തേച്ച് പിടിപ്പിക്കാം. തലയിലും മുടിയിലൊക്കെ ആവും. വിഷമിക്കണ്ട, കഴുകിയാലങ്ങ് പോകുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് ഫേഷ്യൽ മസാജ് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് മേളിലോട്ട് മസാജ് ചെയ്യണം. കഴുത്തിന് എപ്പോഴും ഇങ്ങനെ മേളിലോട്ട് മസാജ് ചെയ്യണം. തന്നെത്താൻ ചെയ്യുമ്പോൾ അതിൻ്റെതായ എല്ലാ ഇതൊക്കെ കാണും. ഒരു കൈ ഇങ്ങനെ പോകുമ്പോൾ അടുത്ത കൈ വരും. ഇവിടെ വരുമ്പോൾ മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ക്രീമിട്ട്, മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ലപോലെ ക്രീമിട്ട് നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഇവിടെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കുക. ഈ നെറ്റിക്കൊക്കെ ഇച്ചിരി പ്രഷർ കൊടുക്കാം കേട്ടോ. ചുളുവൊക്കെ മാറാനായിട്ട് ഇങ്ങനെ മേളിലോട്ട് കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പം
ഈ ഫിംഗർ ഈ നമ്മുടെ മോതിരവിരലിട്ട് വേണം ചെയ്യാം. മോതിരവിരലിനാണ് നമുക്ക് റിംഗ് ഫിംഗറിനാണ് ഏറ്റവും പ്രഷർ കുറവുള്ള ഫിംഗർ. അതുകൊണ്ട് തന്നെ ആ ഫിംഗർ ഇട്ട് വേണം ഈ കണ്ണിൻ്റെ അവിടെ മസാജ് ചെയ്യാൻ. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കണ്ണിനൊക്കെ നല്ല ഒരു ഉണർവ് കിട്ടും. നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല ഇമ്പ്രൂവ് ആകും. കണ്ണൊക്കെ നല്ല ഒരു തുറന്ന പോലെ ആകും. നമുക്ക് കുറച്ച് ഏജൊക്കെ ആയി കഴിയുമ്പോൾ കണ്ണൊക്കെ ഒരു ചത്തമിൻ്റെ കണ്ണ് പോലെ ആകും. കണ്ണിനൊക്കെ എത്ര വലിയ കണ്ണാണെങ്കിലും കണ്ണിനൊക്കെ ഒരു ഊർജ്ജം ഇല്ലാത്തതുപോലെ ആകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഇച്ചിരി ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കണം. എപ്പോഴും ഷേപ്പിൽ തന്നെ സോഫ്റ്റായിട്ട് നമ്മൾ ഒത്തിരി അങ്ങ് തൊടുന്ന പോലല്ല, ചെറുതായിട്ട്. ക്രീം ഉണങ്ങുമ്പോൾ വീണ്ടും ഇച്ചിരി എടുത്തോ, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ടച്ച് ചെയ്താൽ മതി കയ്യിൽ. മസാജ് കഴിഞ്ഞു, നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് പാക്ക് ഇടാം. അപ്പം ഞാൻ മസാജൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ സ്കിന്ന് തൊട്ടാലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലൊരു ഓയിലി ആകും ഫേസൊക്കെ. നല്ല എന്താ പറയുന്നത്, നല്ലൊരു സ്മൂത്ത് സ്ട്രക്ചറായിട്ട് ഇരിപ്പുണ്ട് ഫേസ്. അപ്പം നമുക്കതിന് അടുത്തത് പാക്ക് ഇടാനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് സാധാരണ മഞ്ഞളാണ്. നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് യൂസ് ചെയ്യാം. അതൊക്കെ നല്ല എഫക്റ്റ് ആയിരിക്കും. ഇത് ഞാനിപ്പം വീട്ടിൽ പൊടിച്ച മഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതേ ഉള്ളായിരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ അരിപ്പൊടി, ഒരു 2 സ്പൂൺ, 1.5 സ്പൂണേ ഉള്ളിത്, അത് മതി, 2 സ്പൂണില്ല, 1.5 സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആകാനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ശകലം പാല് ഇതിനകത്തോട്ട് ചേർത്താൽ മതിയേ. പാലോ അല്ലെങ്കിൽ ഇച്ചിരി തൈരോ ഒത്തിരി പുളിയുള്ള തൈര് മുഖത്തിടരുത്, സ്കിന്നിന് നല്ലതല്ല. പുളി ഇല്ലാത്തത് തൈര്, പാല് അല്ലെങ്കിൽ പാൽപ്പാട ഇതിട്ടാൽ ടേസ്റ്റ് നല്ലതായിരിക്കും. പക്ഷെ പിമ്പിൾസ് വരുന്നവർക്ക് പാൽപ്പാട യൂസ് ചെയ്യരുത്. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പാക്കായി കണ്ടോ. ഇത് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. കണ്ണിൻ്റെ ഇത്ര ഒത്തിരി താഴോട്ട് പോകണ്ട. ഈ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഡ്രൈ ആകും. അപ്പോൾ കണ്ണിൻ്റെ അവിടെ ചുരുക്ക് വരും. അതുകൊണ്ട് കണ്ണിൻ്റെ ഒരുപാട് താഴെ ഇവിടോട്ട് ഇടണ്ട. ഡ്രൈ ആകുന്ന പാക്ക് ആയതുകൊണ്ട് കറക്റ്റ് ക്വാണ്ടിറ്റിയാണ് എടുത്തിരുന്നത്. ആ പാക്ക് മുഴുവൻ എനിക്ക് ഫേസിലേക്ക് ആവശ്യം വന്നു. നന്നായിട്ടിടാൻ പറ്റും. അപ്പോൾ ഇതിന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പാക്ക് ഇട്ടിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തപ്പോഴും ആ മഞ്ഞളിട്ട് കാരണം ഒരു ചെറിയ മഞ്ഞൾ കളറുണ്ട്. അത് പോകണമെങ്കിൽ നമ്മൾ സോപ്പിട്ട് വാഷ് ചെയ്യണം. പക്ഷേ ഇന്നിപ്പോൾ സോപ്പ് ഇടുന്നില്ല. ഞാൻ ഫേഷ്യൽ ചെയ്ത ഉടനെ നമ്മൾ സോപ്പ് ഇടാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കിന്നല്ലേ, അപ്പം കെമിക്കൽ ഇടാൻ പാടില്ല. ഇപ്പം ഇന്നിപ്പോൾ സോപ്പ് ഇടുന്നില്ല. ഇപ്പം നാളെയൊക്കെ ഇപ്പം സോപ്പിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ മഞ്ഞളൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷ് ആകും സ്കിന്ന്. ഒരു 4 ദിവസം ആകണം ഫേസിൽ നല്ല ഗ്ലോ കിട്ടാൻ. ഗ്ലോ നമുക്ക് ഇപ്പം തോന്നിയില്ലെങ്കിലും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് നല്ലതായിരിക്കും ഫേസ് കാണാൻ.
എന്താ ഈ ഇപ്പം നമ്മൾ മസാജ് ചെയ്തതിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ആയി സ്കിൻ നല്ല ഗ്ലോ അവർക്ക് ആകാൻ ഒരു 4 ദിവസം പിടിക്കും. ഓക്കെ, ഇനി ഇങ്ങനത്തെ ടിപ്സുമായിട്ട് വീണ്ടും കാണാം. ഞാൻ അടുത്ത ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ഇടുന്നുണ്ട്. ഞാനൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്, അപ്പം ചെയ്യുന്ന മേക്കപ്പ് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടേക്കണം. ഓക്കെ, ബൈ.